ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡേ 2 ഓഫ് തായ്ലൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ ക്ലാസ് കൊരങ്ങനെ പോലെ ഒരു അന്തമുണ്ട ലുക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് തായ്ലൻഡിൽ ആദ്യ ദിവസം വന്നിട്ട് നമ്മൾ മടങ്ങിപ്പോയൊരു സ്ഥലം ഉണ്ട് ഇനി. ബിക്കോസ് നമുക്ക് ടൈഗർ പാർക്ക് പോവാന്ന് പറഞ്ഞിട്ട് ട്രാക്ടറിന്റെ സൗണ്ട് ഇടോ ബസ്സിന്. ഇവിടെ 2 ബസ് നിർത്തിയിട്ട് നമുക്ക് ഞാൻ ബസ് ഒന്ന് കാണിച്ചു കൊടുത്തു തരാം. അതെന്താ ജിമ്മിയെ നിങ്ങൾ ഇവിടെ എത്തിയിട്ടാ എല്ലാരും ഇൻട്രോക്ക് നിർത്തിയിട്ട് എല്ലാവരും ഇൻട്രോക്ക് വെയിറ്റ് ചെയ്യാട്ടോ. ഇൻട്രോ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാറുന്നതാണ്. അപ്പോൾ നാട്ടിലെ ബസ് പ്രേമികൾക്ക് ഞാൻ ഒരു ബസ് കാണിച്ചു തരാട്ടാ. ഇവിടുത്തെ ബസ്സുകൾ സീനാണ്, ഒന്നും പറയാല്ല. അറിഞ്ഞാലോ ഒന്നും പറയാല്ല. കിടിലൻ ബസ്സുകൾ അങ്ങോട്ട് പണിയെടുത്തിട്ട് സ്പീഡ് വന്നീന ഇവിടെ. സ്പീഡ് വന്നീന എനിക്കോട് സ്പീഡ് വന്നിട്ടുണ്ടോ ഈ ഏരിയ കൂടെ. വാ, അപ്പം ഇത് ഇവിടുത്തെ ഒരു നോർമൽ ബസ്സാട്ടോ. എന്നാലും നമ്മളൊരു ഹെവി പോലത്തെ ബസ് കണ്ട് അത് ഞാൻ ഷോർട്ട്സ് ഇട്ടിനിട്ടോ. അത് പോയോക്കി. ഇത് 2 അട്ടി ബസ്സാണ് ട്ടോ. സ്റ്റെപ്പ് സാധനങ്ങളൊക്കെ നേരെ സ്റ്റെപ്പ് വെച്ചിട്ട് നേരെ കയറി പോവാം. മേലെ കയറണം. 0.5 ഇട്ടോക്ക്. ബാ, ലഗേജ് സ്പേസ് കിട്ടോ. കുഴിമന്തിൻ്റെ ഒക്കെ കുഴി ഉണ്ടാക്കില്ല, അതേപോലെ സെറ്റ് ചെയ്തേക്കണ്. വേണേ കുഴിമന്തി ഉണ്ടാക്കട്ടോ. ഇത് നിന്റെ മൂഡ്. കിഡിലെ ബസ് കിട്ടോ. ഇതൊക്കെ ഇവിടെ വരുന്നതിൽ ഏറ്റവും ലോക്കൽ സെറ്റപ്പ് ബസ്സുകളാട്ടോ. അതാണ് ഇവിടുത്തെ രാജാവ് കേട്ടോ. അതെടുത്താ തായ് രാജാവാണ്. അപ്പോൾ ബസ് കണ്ടു. ഇനി നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് തന്നെ മടങ്ങാം. ഇതാണ് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അവിടെയുണ്ട് രാജാവല്ലേ. അതും രാജാവാട്ടോ. ഫുൾ രാജാവാണ് ഇവിടെ. രാജഭരണമാണ് തായ്ലൻഡിൽ. ഇവിടെ രാജഭരണല്ലേ. എന്ത് സെറ്റല്ലേ ചോദിച്ചേ? ബസ് സെറ്റ്. വെരി ടൈമും ഉണ്ടാ. നമുക്ക് പേരൊക്കെ ഒന്ന് പറയാം. നമ്മളെ പാക്കേജ് ഇന്നലെ 2ാമത്തെ ദിവസം തന്നെ കൺഫേം ആയി. ഫസ്റ്റ് കൺഫേം ആയത് മസൂദ്. സുഹൃത്തുക്കളെ, നമുക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട് കാഞ്ചേരി. അപ്പം നമ്മളെ വ്ളോഗ്സും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഗുഡ് വെക്കേഷൻസിൻ്റെ ഒരുപാട് റീൽസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റോറീസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, വ്ളോഗ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമുക്ക് ഒരുപാട് എൻക്വയറീസിൻ്റെ ഇടയിൽ ഇന്നലെ തന്നെ നമ്മൾ പോയ ഫസ്റ്റ് ഡേ, ഇന്നലെ പറഞ്ഞാൽ മിഞ്ഞാന്ന് രാത്രി നമ്മൾ പോയ ഫസ്റ്റ് ഡേ തന്നെ അബുക്കാക്ക് ഒരു തായ്ലൻഡ് ബുക്കിംഗ്, ഒരു ഫാമിലി ബുക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പം കൊട്ടാരത്തിൽ ഫ്രം തലശ്ശേരി. അപ്പോൾ തലശ്ശേരി എന്നുള്ള കണ്ണൂർ ഭാഗത്തു നിന്നുള്ള ഓഡിയൻസ് ഒരാൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. മസൂദ് കരുവാരത്ത് കൊട്ടാരത്തിൽ എന്ന് പറഞ്ഞ ഇക്ക തായ്ലൻഡിൽ അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം ഫാമിലി ആയിട്ട് എത്തിച്ചേരുന്നതാണ്. മൂപ്പര് പക്ഷെ പെട്ടെന്നാണ് പോരണോന്നല്ലേ. പെട്ടെന്ന് വരട്ടെ എല്ലാവരും. അപ്പൊ പെട്ടെന്ന് പോരി. കാരണം എന്താ വെച്ചാല് ഇപ്പൊ കുറെ ആൾക്കാര് ട്രാവൽ ചെയ്യുന്നതിന് സീനുണ്ട്, വാറിന്റെ ടൈമാണെന്നൊക്കെ പറഞ്ഞ് കുറെ പറയലുണ്ട്. പക്ഷെ നമ്മള് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നമല്ല. ഇവിടെ സത്യം പറഞ്ഞാൽ ഇപ്പൊ കുറച്ചുകൂടി സുഖമാണ്. കാരണം ഇപ്പം ഇങ്ങനെ എല്ലാവരും പറയുന്നോണ്ട് എന്തില്ല, എവിടെയും തിരക്കില്ല, ഏത് ഏരിയയിലും തിരക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ഈസി ആയിട്ട് കയറാൻ പറ്റുന്നുണ്ട്. ട്രാഫിക് കുറവാണ്. മറ്റേ വാട്ടർ ഫെസ്റ്റിവൽ ആ ടൈമൊക്കെ വന്നാൽ രസമായിരിക്കും. ഇപ്പൊ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഗുഡ് വെക്കേഷൻസിന് എല്ലാവരും മെസ്സേജ് അയക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും സാധനങ്ങളും കൊടുക്കുക, ഫോൺ നമ്പറും കൊടുക്കുക. ഫുൾ ടീം എൻക്വയറി എടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ്. സഹലിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ടീമിലെ എക്സ്പെർട്ട് ഉണ്ടല്ലോ, ജോസേട്ടനാണ് ഇത് കൺഫേം ചെയ്തത്. ജോസേട്ടനും സഹലൊക്കെയാണ് നിങ്ങളെ ഫോൺ എടുക്കുക. ഒരുപാട് ടീം ബുക്കാന്റെ ബാക്ക് എൻഡിൽ കുറെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മെസ്സേജ് അയക്കുക. ഇപ്പൊ പോവാണെങ്കിലും പിന്നെ പോവാണെങ്കിലും ശരിക്കും തബു റിയൽ അബു നെക്കാക്കയും ടീമും ഉണ്ട്. താഹിർ അവരൊക്കെ ഫ്ലൈറ്റ് ഒക്കെ ഫുള്ള് സെറ്റാക്കി ബെസ്റ്റ് റേറ്റിൽ ബെസ്റ്റ് പാക്കേജ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും കിഡിലൻ പാക്കേജ് പ്ലാനിങ്ങോട് കൂടി. അതെ, വരുവാ കേറുക.
ഉറങ്ങ ബാസിലേക്ക് ഒരു ട്രിപ്പ് വന്നിട്ട് സെക്യൂരിറ്റി പറഞ്ഞാൽ ഇവിടുത്തെ സെക്യൂരിറ്റി ഉണ്ടോ നിമിഷ ഇതിപ്പോ തോക്കൊണ്ടെന്നാലും ഈ ഒച്ചനല്ലേ വരിക കണ്ടമാന രാജാക്കന്മാരുണ്ട് കേട്ടോ. ഇത് നമ്മള് തേക്യൂസി കൊടുന്ന വരികയാണല്ലോ. രാജാവിന്റെ ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ ചാടി പൊട്ടി എനിക്കിവിടെ കൂടാ. ആ ഇയാളെ ചിലപ്പോ പണ്ടത്തെ ഫോട്ടോകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതാണ് രാജ്ഞിട്ടോ തോന്നുന്നു. കുറച്ചോനെ സത്യം മാത്രം പറയാം, ചെറിയനോട് ചോദിച്ചു നോക്കാം. അപ്പൊ ഇതാണ് ഇത്. എന്താണ് ഇത്? ബാഹുബലി. ഇത് ഫസ്റ്റ് കിങ്ങാ? ഇത് ഫസ്റ്റ് കിങ്ങാ? വായിക്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരണ ചെറിയനോട് ചോദിക്കാം. ചെറിയ എടുത്തു. ചെറിയ എപ്പോഴും 1 കിലോമീറ്റർ മുന്നിലാവും. ഇങ്ങോട്ട് വാ ചെറി. Who's this? Who's this first guy? Okay, this one I want to explain like before become Thai. Yeah. We have a period like a long story. Okay. ഐലൻഡ് ഉണ്ടാവുന്നതിന് മുന്നേ. Okay, พระเจ้าอู่ทอง This one is สมเด็จพระรามาวัน ലാമ 1. Yes. ഒന്നാം And നമ്പർ 1 ആളാണ് ഇവിടുത്തെ. ലാമ 1. നമ്മുടെ ലാമല്ലേ? but not yet to be like യോധ സിനിമയിൽ കണ്ടോ ലാമ? അത് ഞാൻ ബുക്കിൽ പഠിച്ച ലാമ. yes. And พระเจ้าอู่ทอง and สมเด็จพระบรมไตรนกราช This one is from Ayutthaya period. We are in the present in the Present. presence, yes, in the Ratnakosin period. Ratnakosin period is starting from like you heard about this about story elephant and elephant fighting. Yes, that's one. They have to make and his name is call the name พระเจ้าตากสินมหาราช Patola พ Singh ระเจ้าตากสิน Maharaja. มหาราช is king like king number 2. Yes, king number 2 and they have to stay come to Bangkok in the river nearby Chao Phraya river. So if you are arrival to the Bangkok, you will see the left and the right side, New Bangkok and the older Bangkok. ആനകളുടെ വെള്ളാനകളുടെ നാട് എന്നാണ് നമ്മുടെ തായ്ലൻഡ്. Oh, white elephants. Land of white elephants. Yes, yes. Can we see white elephant? White elephant? White elephant? Yeah. Oh, Chiang Mai, not Bangkok. Not? Not Bangkok. ചിയാങ്മായിലെ Chiang Mai lo. White elephant. White elephant. അതായത് കറുപ്പ് കുറച്ച് മങ്ങി കിടക്കും അത്രേ ഉള്ളൂ. അത്ര ഉള്ളോ? Full വെള്ളാവില്ല. We are White elephants are good here considered. Before what thing about like when you are fighting war, we use elephant. Riding elephant and fighting യുദ്ധത്തിലെ ഇവർക്ക് എന്താ വെച്ചാലേ മറ്റേ ഇവരത്ര ട്രംപിന്റെ അത്ര പവർ ഒന്നുമില്ല. യുദ്ധത്തിനൊക്കെ ഇലഫന്റുകളാണ് ഇറങ്ങല്. മറ്റേ മെഷീനറി ഒന്നുമില്ല. ജന്തുക്കളെ വെച്ചിട്ടാണ് അടി കൂടുകയാണ് ഉള്ളതില്. ഇവര് പണ്ട് യുദ്ധം ചെയ്തിനല്ലോ ആരോടോ? എലിഫന്റുകളെ വെച്ചിട്ടാണ്. ഏത് രാജ്യക്കാരോ ഇവരെ ആക്രമിച്ചിനി? ഇംഗ്ലീഷ് പോയല്ല എന്റെ ഓർത്തെടുക്കാൻ പറ്റണില്ല. ഇവിടെ ക്ലോസ് ആണോ? Years before, which country attacked your country? Did Genghis Khan arrive here? Genghis Khan, big guy. ചെങ്കിസ് ഖാനെ കേട്ടു. എനിക്ക് ചെങ്കിസ് ഖാൻ അറിയില്ല. Genghis Khan never come here. Of course, he കെൻസിനോട് ചോദിക്ക്. അല്ലേതാ ടീം വെച്ചു. you don't know Genghis Khan. But Genghis Khan photo real life. കെൻസിനോട് ഇന്നലെ ഗൈസ് ഒരു വലിയ കോമഡി ഉണ്ട് കേട്ടോ.
ഇന്നലെ ഞങ്ങളല്ലാതെ യുദ്ധത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തോണ്ട് കേട്ടോ. അതിൽ നെതന്യാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യും. അതിൽ കെൻസിനോട് ചോദിച്ചേ, കെൻസ് എനിക്ക് നെതന്യാഹുവിനെ അറിയിച്ചു. കെൻസ് ഇങ്ങനെ വന്നിട്ടാ നെതേ ഏതിനതാ ക്യാമ്പ് സീറ്റിൽ തന്നെ അതെ ഏതിനതാ ആ അതിന്റെ ഫ്രണ്ടാണ്. ഇവരുടെ നെതന്യാഹുവിനെ പറ്റി പറയണേ. എന്നിട്ടേ എനിക്ക് ആയത്തുള്ള കമനേനെ അറിയിച്ചപ്പോ പറയണേ മൂപ്പര് ഏതാ ഫീൽഡ് ബാറ്റിൽ ഫീൽഡാ ആണ്ടിറങ്ങ് ആയത്തുള്ള ഏതാ ഫീൽഡ് ആക്ടറാണോ നോക്കെ മറന്നോ പത്രം വായിച്ചോണ്ടിട്ട് ഇടക്ക് മനുട്ടി അല്ലെങ്കിലേ മിസൈൽ വന്ന് മൂട്ടിൽ വെക്കുമ്പോളേ ആരാ വിട്ടതെങ്കിലും അറിയണ്ടേ. ലോകരാജ്യങ്ങള് അച്ചോ ഇവിടെയൊക്കെ ഷോപ്പ് ഒഴിവുണ്ട് കേട്ടോ. അച്ചോ പീടിയമുറി ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് നമ്മളെ ചപ്പാത്തി കമ്പനിയോ അല്ലെങ്കിൽ ഈവനിങ് ടീ ആൻഡ് സ്നാക്സോ? ചപ്പാത്തി കമ്പനി വിജയിക്കും, അത്രയും ഇന്ത്യൻസ് ഉണ്ടല്ലോ. അത് ശരിയാ, ചപ്പാത്തി കമ്പനി വിജയിക്കും. വെറും ഇന്ത്യൻസ് ആണ് ഇവിടെ. ഇതെന്താ വെറുതെ എടുക്കുക? ഫോട്ടോ സ്പോട്ടാണല്ലത്. ഇതെന്ത് ഫോട്ടോ സ്പോട്ടാണ്? അക്ഷരസ്ഫുടത കിട്ടും. ഫ്ലോട്ടോ എന്നൊക്കെ വരുന്നേ. നല്ല സാധനം കേട്ടോ. മാംഗോ സ്റ്റിക്കി റൈസാ ഉള്ളിലുണ്ടോ ഈ മാങ്ങ? ഇവിടുത്തെ മാംഗോ സ്റ്റിക്കി റൈസ് നല്ലത്. അവിടെ ഉണ്ട് വേറെ. എന്നാ അവിടെ പോവാ. ബസ്സിലെ ആ താത്താനെ നീപ്പിച്ച് ടെൻഷൻ തുടങ്ങട്ടോ. നോ പ്ലേ, ഓൺലി വാച്ചിങ്, നോ പ്ലേ. ആ പ്ലെയിന് കയറ്റാൻ പറ്റുന്ന ടോയ് ആണെന്നാ. പക്ഷെ ഇത് മരം കൊണ്ടുണ്ടാക്കിയിട്ട് എന്താ കാര്യം, വെക്കാനും കൂടി പറ്റില്ല, വെടി പോവാ. റബ്ബർ ബുള്ളറ്റ് ഇടാൻ പറ്റുന്നു. നമ്മളിപ്പോ ബോട്ട് കയറിയിട്ട് ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു പോരും. ഓക്കെ, നമ്മളെ ഏറ്റവും അറ്റത്തേക്ക് ഇപ്പൊ ബോട്ടിൽ പോകാൻ പോവാണ്. ബോട്ടിൽ പോകാൻ പോകും. ഓക്കെ, ബോട്ടിംഗ് നൗ. ഓക്കെ, അപ്പൊ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ബോട്ടിങ്ങിന് പോവാട്ടെ നമ്മളെല്ലാരും. ലെറ്റ്സ് ഗോ. അപ്പൊ സുഹൃത്തുക്കളെ, ആദ്യത്തെ വണ്ടി ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ അന്തർധാരകളെ ലക്ഷ്യമാക്കി ആദ്യത്തെ വണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെൻസ്, ഈച്ചു, അച്ചു, അസറു, അഫി എന്നിവരാണ് ഈ ഒരു ബോട്ടിൽ യാത്ര തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്താ അങ്ങനത്തെ മോട്ടർ? ലെറ്റ്സ് ഗോ. ബാസിൽ, ജിമ്മി എവിടെ ഇരിക്കുക? ഇങ്ങോട്ട് ഇരിക്കണം. ആദ്യം കയറിക്കോ. സെന്ററായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണല്ലോ. അങ്ങോട്ട് ചെയ്യാൻ പറ്റൂല. അല്ല, അങ്ങോട്ട് പോണ ബോട്ടിൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞെനിക്ക് മൂട്ട് തിരിഞ്ഞു. അല്ല നമ്മളങ്ങോട്ട് കയറിപ്പോ ഫോട്ടോ ഒക്കെ തന്നെ. ôi chăm ha hồ tham trên cô pa mi na ga ho ya ma o tu ma ho chamba ho എല്ലാരും ഛർദിച്ചല്ലോ. അത് ചിരിട്ട് രാവിലെ 6:30 അപ്പൊ നാട്ടിലെ 7 രാവിലെ ചായ അടിച്ചോണ്ട് നേരാണ്. സൈഡ് വലി ഉണ്ട് തോന്നുന്നു കേട്ടോ. എടാ ഗിനിക്കോയി നേരെ ഇരുന്നട്ടോ. എടാ മറ്റൊലയില് സ്പീഡ് ബോട്ടാണത്. അല്ല, അപ്പൊ മറ്റൊലയില് പോയി ഇപ്പൊ പോയിട്ടുള്ളല്ലോ, കാണാനല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങളിതാ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല, നമുക്ക് ഞാൻ തന്നെ ഇടണം. So
അംബേദ്കർ ഇതവിടെ അംബേദ്കറാണത്. ഇത് ഗ്യാസും കുറ്റി, ഇതിന് കടലിൽ എന്തിനു ഗ്യാസും കുറ്റി? അംബേദ്കറിന് വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോ. അത് അംബേദ്കർ, ലാലാ ലജ്പത് അംബേദ്കർ എന്നല്ല അംബേദ്കറിന്റെ ഫുൾ പേര്. ഭീംറാവു ജയ് ഭീം അല്ലേ? ആ ചെറിയ ഇങ്ങോട്ടിരുത്തി പാടി കൊടുക്കി. ചെറിയ ഇങ്ങോട്ടിരിക്കാൻ കഴിയില്ലല്ലോ. ജിംഷ തിരിച്ചോ? ചെറി സിംഗ്. ഓ വാട്ട് എ ബ്യൂട്ടി. wow, I love Bangkok, I love Thailand. ചെറി ഇങ്ങോട്ട് വാ. മസാജ്. അപ്പം സുഹൃത്തുക്കളെ, കാലരികത്തൊരു മസാജ് ആവശ്യമുള്ള ഇങ്ങോട്ട് പോരിട്ടാ. നാട്ടിലേതിലും കാക്കാരൊക്കെ വീഡിയോ നാട്ടിലെ കാക്കാരെയൊക്കെ ഭാവി നശിപ്പിക്കാണ് നമ്മള്. നേരെ വീടിന് തിരിച്ചും. കാക്കമാരൊക്കെ ഔട്ടായി. പിന്നെ വരേക്കൊണ്ടാ. എടാ ഇങ്ങനത്തെ ഡ്രസ്സ് വാണ്ടിനല്ലോ. അത് 100 നല്ല രസം ഉണ്ടാവും അങ്ങനെ വെക്കുമ്പോ. ആ ഉടുപ്പല്ലേ ഇത് നല്ല മൂഡായിട്ടോ പരിപാടി. നമുക്ക് നാട്ടിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഇട്ടാലോ? നാട്ടിലെവിടെയാ ചേക്കുംപാടത്ത് അങ്ങോട്ട് വെള്ളം നിറക്കന്നെ 4 ടാങ്കർ. ചെറായിപ്പാടത്ത് 4 സൈഡും ഫില്ല് ചെയ്തിട്ട് 4 സൈഡും വെള്ളം നിറച്ചിട്ടുണ്ട്. ഈവനിങ് ടീ ആൻഡ് സ്നാക്സും ചപ്പാത്തി കമ്പനികളൊക്കെ ഇതേപോലത്തെ ഇതിക്ക് കൊണ്ടുവരാം. അതാ പറഞ്ഞത്. അല്ലാണ്ട് പുതിയൊരു ബിസിനസ് ഐഡിയ ആണ് നമ്മുടെ നാട്ടിൽ തുടങ്ങേണ്ടവർക്ക് തുടങ്ങാം അല്ലേ? യോ ഭയങ്കര ലേറ്റ്. ഇത് ചൈന ട്രിപ്പാട്ടോ. വലിയ ചൈനയിൽ നിന്ന് വന്നവരാണ്. ഇവിടുത്തെ മുട്ടൊക്കെ ഉണ്ടല്ലോ, ബ്രൗൺ മുട്ടകൾ ഇവിടെ ഉള്ളൂ കേട്ടോ. ഇവിടെ വെള്ളമുട്ട അല്ല കേട്ടോ. അത് ചോയി ഇവിടെ വൈറ്റ് മുട്ട അവൈലബിൾ അല്ല. എനിക്ക് തോന്നുന്നു നാടൻ മുട്ട മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യണത്. അതാണ് ഇവിടെ ആരോഗ്യത്തിന്റെ ശക്തി കേട്ടോ. ഒരു നേരോ എല്ലാരും ഒരു നേരം ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ലോ. അതെന്താ സംഭവം? ഫിഷ് പാണ്ടാ. ഫിഷ് പാ ചെയ്യാം. ഫിഷ് പാ നോക്കണ്ട. ഇനി നമ്മള് വരുമ്പോ ഫോട്ടോ കൊണ്ടുപോകും. ഇതേപോലെ ബിസിനസ് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇടയിൽ ഇങ്ങനെ ഓരോ സൽമാനൊക്കെ ഇങ്ങനെ നിർത്തും ഒരു ക്യാമറയും പിടിച്ചിട്ട്. അതാകുമ്പോ ഒരു നേരത്തെ വരുമാനമാവും. വൈകുന്നേരം പോകുമ്പോ പോക്കറ്റിൽ എന്തെങ്കിലും ചില്ലറ തടയും. ഹേയ് പുഷ്പൻ, എവിടെ പോണ്ടോ? അയ്യോ കൊഞ്ചായ്മ അങ്ങനെയൊക്കെയാണത്. അത് ബസ്സിലേക്ക് കൗത്തില് നാട്ടിൽ പോകുമ്പോ നമുക്ക് എയർപോർട്ട് പോകുമ്പോ ഇതിന്റെ കോസ്റ്റ്യൂം ഇട്ട് അങ്ങനെ പോവാ. അങ്ങനെയല്ല, മറ്റേ കോസ്റ്റ്യൂം ഇല്ലേ, 3000 കോസ്റ്റ്യൂം ഇട്ട് പോയാലോ? എടാ ഇത് അബുക്കതൊരു വലിയ മാർക്കറ്റ് കേട്ടോ. ഒരു മാളായി മാറേണ്ടതാണ് ഇവരൊരു നാടൻ സെറ്റപ്പ് കൂടുന്നത് കേട്ടോ അല്ലേ? ബഡ്ജറ്റിൽ ഒതുക്കുകയും ചെയ്തു. എന്നാൽ മാളത്തെക്കാട്ടിലും ഓഡിയൻസ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടാനും. തായ്ലാൻഡ് ഭയങ്കര ബ്രെയിൻഫുൾ ആയിട്ടുള്ള പീപ്പിൾ. ആനകൾ മാത്രമല്ല, വെള്ള മൂരിയുള്ള നാടാണ് തായ്ലൻഡ് കേട്ടോ. വൈറ്റ് കളർ മൂരി, വൈറ്റും റെഡും കളറിലുള്ള മൂരി, ഒറിജിനൽ മൂരി. അത് ആ പേരൻ്റെ അവിടെ നിൽക്കുന്നത്. ബോസിലെ ഇങ്ങനത്തെ ഒരു പേര കിട്ടണം. ഒരു 4 മൂരി, ചെറിയ ചെറിയ തട്ടുപേര അവിടെ 2 കൃഷി, ജസ്റ്റ് കാറ്റ് പാസ് ചെയ്യണേ കുറച്ച് ഇത്. ഇതേപോലത്തെ ഒരു തോണി. വൈകുന്നേരം ഇതിലിറങ്ങി മീനൊക്കെ പിടിച്ചിട്ട് ചുട്ടിട്ട് അല്ലേ, എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ നടക്കുക. ഇവിടെ വിഷു ഉണ്ടാ? കണിക്കൊന്ന എല്ലാ നാട്ടിലും ഒരേ ടൈമിലെ പൂക്കണോ? തായ്ലൻഡിലും നാട്ടിൽ കണിക്കൊന്ന പൂത്തപ്പോ തായ്ക്കൊന്ന പൂത്തിട്ടോ. സുഹൃത്തുക്കളെ കണ്ടോളി, കണിക്കൊന്നൊക്കെ എല്ലാ നാട്ടിലും ഒരേപോലെയാണ്. നാട്ടിൽ കണിക്കൊന്ന പൂക്കുന്ന സമയത്ത് തായ്ലൻഡിലും കണിക്കൊന്ന പൂത്തിരിക്കുന്നു. ഒരു 3 ഏക്കർ സ്ഥലം ഇങ്ങനെ ആക്കിക്കൂടെ? ഗുഡ് വെക്കേഷന്റെ ഗുഡ് മാർക്കറ്റ്. കാട്ടുപോയി പ്രതിമ
അല്ല മറ്റേ വണ്ടി ഇതിലല്ല തോന്നുന്നു കേട്ടോ. ആണ് ഓലോടെ ഒറ്റ അങ്ങോട്ട് കയറി ഇനി അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാം. നേരെ കയറാ ഇതിലായിരുന്നോ? ഈ ചെറിയ സ്കൂൾ കുട്ടികളപ്പോ ഞാനുള്ളത്. എനിക്ക് ഫുള്ളാക്കാൻ കഴിയില്ല, ഫുള്ളാക്കാൻ കഴിയില്ല. അവിടെ ഇവിടെ പോത്ത് പോലെ ഒരാള്, അവിടെ ഒരു ചെറിയ കുട്ടി കൂളായിട്ട് ഇരിക്കണേ. ഒരു വിഷയം മീനൊന്നുമില്ല. പിന്നെ ഈ മീന് ചളി നിന്ന മീനാണ്. അണ്ടിമ കുറെ ചളി. വെയ്ക്കണില്ലേ? അല്ലടാ അത് വെറുതെ ഈ മീനിന് വല്ല തീറ്റൊക്കെ കൊടുത്തിട്ടേ രാവിലെ ഇവിടെ ഒരാളോ ക്യാഷ്യറിലും വന്നിട്ട് AC ഇട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇത് ഫ്രീയാ? ചില മീനുകള് അതെല്ലാ അസുറയില് പോയപ്പോ നൈറ്റൊക്കെ പോയിട്ടാ. ഇതിങ്ങനെ അങ്ങനെ ആക്ക ആ മോഡലാണ്. 7-Eleven കയറിയിട്ട് വലിയൊരു സാധനമാണ്. ഇതിവിടെ ഫ്രീയാ? ഫ്രീ ആണെങ്കിൽ കുടിക്കാൻ താല്പര്യമുണ്ട്. ഓ എന്താണ് സുഹൃത്തുക്കളെ, അവിടെ തായ്ലൻഡ് അങ്കലവാടിയിൽ നിന്ന് കുറച്ച് കുട്ടികൾ ഇത് കാണാൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ബാസിൽ വരണ പോലെ അങ്കലവാടി ടീച്ചറെ കണ്ടോ നീല ക്യാപ്പൊക്കെ ഇട്ടിട്ട്. എന്താ ഒരു ചന്തെന്ന ബാസിൽ പറഞ്ഞിട്ട്. ബാസിൽ ഞമ്മക്കും ഉണ്ടായി അങ്കലവാടി. തേക്ക് മ്യൂസിക് ഉണ്ടായി വലിയ വലിയ താത്തമാര് അമൃതപ്പൊടിയും ചോറും തന്നെയുണ്ട്. അങ്കനവാടി പറഞ്ഞാൽ തായ്ലൻഡ് അങ്കനവാടി ഇതാ പോകട്ടോ. തായ്ലൻഡ് അങ്കനവാടി മീൻ കാണാൻ പോവാട്ടോ. അല്ല ഓലൊക്കെ സ്പാ ചെയ്യാൻ പോവാ കുട്ടികള്. എല്ലാരോടും ഷൂരാൻ പറഞ്ഞു. അതാ എല്ലാരോടും ഷൂരാൻ പറഞ്ഞിട്ടോ. ഇതൊക്കെ അംഗനവാടി ടൂറിന്റെ മെയിൻ അട്രാക്ഷൻ ആണ്. കാരണം 100 ഭാഗത്തുള്ളൂ. കുട്ടികളെ ഹാപ്പിയാവും ചെയ്യും. എന്താ അച്ഛോ ആടാ എല്ലാത്തിൻ്റെ കയ്യിൽ ചില്ലറ പൈസ ഉണ്ടേ. എല്ലാരും കയ്യിൽ അതൊക്കെ എല്ലാരും മണി മാനേജ്മെന്റ് ഒക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പരിപാടി സ്വന്തം എല്ലാരെ കയ്യിലും ചില്ലറ പൈസ ഉണ്ട് കേട്ടോ. ഓളിങ്ങനെ അടി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളൊരു ഞണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടാ. നല്ല ഞണ്ട് ഫ്രൈ, ഫേമസ് തായ്ലൻഡ് ഞണ്ട് ഫ്രൈ ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈച്ചു അവർകൾ ഇതാ മുതല ഫ്രൈ ഓർഡർ ചെയ്യാണ്ടതാ. BBQ ഒരു മുതല കബാബാണ് ഈച്ചു ഓർഡർ ചെയ്തിരിക്കുന്നത്. BBQ മുതല കബാബ് ഇതാ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഈച്ചു. മുതലക്കാട് രസം മുതലല്ലേ? മുതല മുട്ടയെന്ന് വരുന്ന മുതല അതാ. ഒറിജിനൽ അത് നേരെ ഇതാക്കിയതാ. മുട്ടന്ന് വിരിഞ്ഞപ്പോൾ തന്നെ ഫ്രൈ ആക്കി. പൗതിക്കൊന്ന് ഫ്രൈ ആക്കി വിട്ടതാണ്. ഇതെന്താ ഒറിജിനൽ എന്ന് പറഞ്ഞേ? കണ്ടിട്ട് ഒറിജിനൽ പോലെ ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് സ്റ്റെക്കാക്കി ഇത്? എടാ ഇതൊക്കെ ഒറിജിനലാടാ. ബോസ് പിടിച്ചാണ്. ഓല് പിടിച്ചല്ല, ബോസ് പിടിച്ചാണെന്ന് പറഞ്ഞു കേട്ടോ. ക്രൊക്കഡൈൽ BBQ ക്രൊക്കഡൈൽ. അതുപോലെ തന്നെ ഇതാ അടുത്ത നമ്മൾ കഴിക്കാൻ പോകുന്നത് ഞണ്ട് BBQ. അഫിയ ഞണ്ട് BBQ ആണോ? വാട്ട്സ് യുവർ നെയിം? N1 Sabai Dimai, how are you? അത് ഞണ്ട് കുക്കറിലിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ നൈസ് കുക്കിംഗ് ഉണ്ടോ. സിമ്പിൾ കുക്കിങ്ങിൽ ഞണ്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ചേച്ചി.
ഇത് പറഞ്ഞാലോ എന്ത് അരുൺ സവാദ് അരുൺ സവാദ് അരുൺ സവാദ് ഗുഡ് മോർണിംഗ് അരുൺ സവാദ് ഇത് അരുൺ സവാദ് അല്ലേ അരുൺ അരുൺ എന്തോ അരുൺ സവാദല്ല ഗൂഗിൾ പേ തായ്ലൻഡത്തെ ക്രുങ് തായ് തായ് പേമാൻ കിട്ടിയോ മുതലെന്നിട്ടോ ചോദിച്ചോ അതിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചോ അതിൻ്റെ അടുത്ത് നിന്ന് തിന്നോ അപ്പൊ തയ്ച്ചു മുതല നിന്നു തിന്നോ ഇച്ചു മുതല നിന്ന് കഴിച്ച എനിക്കൊരു മുതല അടിപൊളിയാ എടുത്തോട്ടോ എല്ലാവരും കഴിക്കണം എടുത്തോ മുതലായോണ്ടൊരിത് ഇടങ്ങേറ് ഇതെന്താ മുതല അസറത് ഐസ്ക്രീം വാങ്ങി തിന്നുന്നു അനക്കെന്താ ഐസ്ക്രീമോ ഐസ്ക്രീമോ എന്ത് ഐസ്ക്രീമാ ഇത് തുർക്കിഷ് ചോക്ലേറ്റ് കടിക്കണം കടിക്ക് കടിച്ചു നിന്ന് ഇതെന്താ ഇങ്ങനെ തുർക്കിഷ് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കാം നാട്ടിൽ പോയാൽ മുതലേ കിട്ടാൻ എന്താ കാട്ടുമ്പോൾ ഒന്നും ചെയ്യല്ല ഇവിടുത്തെ കുറവുകളായ ഇവർക്ക് അല്ലെ ഇവിടുത്തെ ഞാൻ വന്നോണ്ടിരിക്കാം അത് തുഞ്ചത്തെ കടിച്ചു ചേച്ചിയെ നമ്മളെ ഞണ്ട് റെഡി ആയിട്ടുണ്ട് ഞണ്ട് ചേച്ചി കോരിയിരുന്ന കാഴ്ച പിന്നെ പൊരിച്ചെടുക്കല്ലേ മധുരേഷിന് കൊടുക്കടാ മധുരേഷ് ഫ്രം മധുരൈ കെൻസ് ഇതെങ്ങനെയാ കഴിക്കുക കഴിച്ചോളി പൈസ കൊടുത്താ പൈസ വാങ്ങിണ്ടായിരുന്നു ഒന്നാമത്തെ പൈസ ഗേവ് ക്യാഷ് നോ 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 പൈസ അപ്പോൾ അടുത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ഞണ്ട് നല്ല ഞണ്ടിന്റെ കുട്ടി പൊരിച്ചത് ഞണ്ടും കുട്ടി പൊരിച്ചത് മുറുക്കി പൂടിയടാ വരും കുത്തെത്തിയിട്ട് എല്ലാവരും ചോയ അവിടെ പൊള്ളി എന്നിട്ട് ഇത് കാണില്ലേ വീഡിയോ എടുക്കാൻ കുടിക്കല്ലേ ഞണ്ടിനെ നമ്മളെ നാട്ടിലൊക്കെ തിന്നു കേട്ടോ അതിലൊക്കെയുണ്ട് ഞണ്ട് എവർക്കാണല്ലോ മലമ്പാമ്പനെ തിന്നണ നാട്ടുപായന് നടുക്കാശം വന്നു നല്ല ചൂടുണ്ട് ഇതൊരു ഉണക്കമീന് ഞണ്ടിന്റെ ഒരു രസമുണ്ട് ഉണക്കമീന് ഇത് നമ്മള് പുൽച്ചാടിയില്ല പുൽച്ചാടിന്റെ പോലെ ഇത് ഞാൻ ഇത് നാട്ടിൽ ഉണ്ടാക്കണത് ഞണ്ട് തന്നെ ഞണ്ട് നാട് മാറിയിട്ട് ടേസ്റ്റ് കോഴി നാട് മാറുമ്പോൾ ടേസ്റ്റ് മാറോ നമ്മൾ പാടത്തുനിന്ന് കുടിച്ചു ഞാനോ അതേ ഞണ്ടിന്റെ അതേ ചോയ അതേ പറഞ്ഞേ ബലര് വേറെ പറയാൻ പറഞ്ഞു ഞങ്ങൾ നാട്ടിൽ ഉണ്ടാക്കുന്ന ഞണ്ടിന്റെ അതേ ചോയ ഞണ്ട് ASMR കാണിച്ചോടാ ഈ പൈസ കൊടുത്തോടെ എൻ്റെ പോക്കലുണ്ടേ അങ്ങനെ പൈസ വാങ്ങിയില്ലല്ലോ എൻ്റെ അടുത്ത് വാങ്ങി ആ കൊടുത്തു അതാ ചോദിച്ചേ അമ്മേ പൈസ നല്ല ആൾക്കാരാട്ടോ കാറുമൂറ് അത്ര തന്നെ ഒരു കറുമുറു താങ്ക് യു ഔ ടിഷ്യൂ കാ ഓർഡർ ചെയ്തിട്ട് കൊടുക്കാം
അപ്പം തായ്ലൻഡിലൊരു വ്യത്യസ്ത ബിസിനസ് രീതിയെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ രാവിലെ എന്തായാലും ഈ ആടുകൾക്കൊക്കെ പാൽ കൊടുക്കണം. അപ്പം പാലെന്തായാലും ഓല് വാങ്ങും വേണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ആടിനൊരു കൂട്ടിലിട്ടിട്ട്, ഒരു ആസ്തറ്റിക് കൂട്ടിലിട്ട് കുറച്ച് ആടുകൾ വെച്ചിട്ട് ഓരോ പെരിത്താടിനെ തന്നെ വെച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യാണ്, പാലും കുപ്പികൾ ഫുള്ള് ഇവിടെ വെച്ചേക്കാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് ഇത് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, നമ്മളെ കൊണ്ട് കൊടുപ്പിച്ചാൽ 25 റുപ്യ ഇതട്ടോ ഇവിടുത്തെ പൈസയാണ്. ഇവിടുത്തെ 25 റുപ്യക്ക് എന്ത് ചെയ്യുക, ഇത് വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, ആട് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഓൾക്ക് മേലെ അനങ്ങും വേണ്ട, സൈഡിൽ നിന്നൊരു വരുമാനം കിട്ടും ചെയ്യും. ഇതൊക്കെ ഇവരുടെ നാട്ടിൽ തന്നെ ഈ ബിസിനസ്സൊക്കെ നടക്കണം. നമ്മളെ നാട്ടിലൊക്കെ ആൾക്കാർ ഇതേപോലെ ഇതിൻ്റെ കള്ളത്തരം ഇങ്ങനെ പൊളിച്ച് പറഞ്ഞാണ്ട് ഒന്നും കൊടുക്കാതെ പോകും. പക്ഷെ ആടായതുകൊണ്ട് നമുക്ക് എപ്പോഴും എന്താണ് ഇഷ്ടമാണ്. ആടേ ആടേ അല്ലോ പശോനെ പശോനാണ് അല്ല പശോനെ അല്ല പശോണിയാണ് പശോണിയെ അഫിയൊരു പാല് കൊടുക്കുക ആടിന്. ആട് പശോണിയേ പശോണിയാടാണ് അശോണിയേ ആടേ പാവാടിട്ടാ പാവാടിട്ടോ. എൻ്റെ അടുത്തുണ്ട് പൈസ, അതിലുണ്ട് അച്ഛൻ്റെ അടുത്തുണ്ട്. അച്ഛയുടെ അപ്പൊ ശരിക്കും ഇബലെ വീട്ടിൽ ഉണ്ടാക്കണ പാല് വീട്ടിൽ നിന്ന് ആടിന് എന്തായാലും കൊടുക്കണം. അങ്ങനെ ഇവിടെ കൂട്ടിൽ കൊണ്ടിട്ട് നമ്മൾ കൊടുത്താൽ നമ്മളതിന് പൈസയും കൊടുക്കണം, ആടിന് പാലും കൊടുക്കണം. അപ്പൊ കൊടുക്കണ ഒരാളുമായി എന്നാ വരുമാനമായി. അപ്പൊ കുറെ പൊട്ടന്മാരായാലും പോകും, നമ്മള് വീണു. അപ്പൊ നമ്മളെന്ത് ചെയ്യണം, ആടിന് എന്ത് ചെയ്യണം, പാല് കൊടുക്കാൻ പോവാണ്. മായാവിന്റെ മാന്ത്രികവടി പോലും. അബുക്ക ഞങ്ങളത് ആടിന് പാലെടുക്ക. ആ അവിടേക്ക് വരാം. ഓക്കെ ഈച്ചോ നിങ്ങൾ വാങ്ങണ്ടെന്ന് പറഞ്ഞപ്പോ ഇപ്പം വന്നിട്ടാ. പക്ഷെ കുട്ടികൾക്ക് കൊടുക്കണ്ട, ചെറിയ കുട്ടികൾ ഫസ്റ്റ് കൊടുക്കാം. അതിറ്റക്ക് തീരെ കിട്ടലുണ്ടാവില്ല. ഈ ഉശിരി ലൈറ്റ് എനിക്ക് എപ്പോഴും കിട്ടുന്നുണ്ടാവുള്ളൂ അല്ലേ. അതിന്റെ മേത്ത് കൂടെ എന്താ ചോദ്യം. ആട് കുഞ്ഞാട് ഫ്രെയിമിൽ വരുമാട് എന്നൂടെ പൊന്നാട്. കുത്തുട്ടോ അതിന് ഇന്ന് കസ്റ്റമേഴ്സ് ഫുള്ള് ഇവിടെ ആടിന് തീ കൊടുക്കാൻ. ഇതെന്ത് പാലടാ, ഇതെന്ത് പാലാ? എടാ വലുതിന് കൊടുക്കല്ലേ, സ്മോളിന് കൊടുക്ക്, സ്മോളിന് കൊടുക്കിച്ചോ. ആ അല്ലാ വരുന്നൊക്കെ എല്ലാത്തിനും കുറച്ച് കൊടുക്കും. ഫുള്ളൊന്നിനും കൊടുക്കല്ലേ. ഞാൻ കൊടുക്കാം. ആ ഓ ഇങ്ങോട്ട് നോക്ക്. അല്ല പഠിച്ചോനെ ഇന്നെൻ്റെ കുട്ടി ഇതാ എല്ലാവർക്കും കൊടുക്കാം. വീതിക്കുന്നവർ നരകത്തിലാണെന്ന് പറഞ്ഞത്. അപ്പൊ അതിനുള്ള ഒരു പ്രശ്നം വരുത്തണ്ടതാ. ആടെ മറ്റേ പാട്ടുകാരെ കൊടുക്ക്. ഞാൻ ഇതിനും കൂടി കൊടുത്താ ഫുൾ ആടിനും കൊടുത്ത്. വേണ്ടേ? ആഹാ ആദ്യം കൊടുക്കാത്ത പോണ്ട് പിന്നെ വേണ്ടെന്ന് പറഞ്ഞാ. ഇതാ ഇത്ര ട്രിപ്പിലുണ്ടായിരുന്നു. പോടാ അവിടുന്ന് അടിയാടെ അടിയാടി. ഓ ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടാ ഈക്കല് വിരിച്ച്. എന്താണാടെ ഇതിനൊന്നും തിന്നാൻ കൊടുക്കല്ലേ ചേച്ചിയെ? ഒന്നും തിന്നാൻ കൊടുക്കല്ലേ? English. Usually what do you feed them? അങ്ങനൊന്നും പറയല്ലേ. You eating, no eating. Eat. കറക്റ്റ് ഇംഗ്ലീഷ് പറയരുത്. You give food, eating food.
No. Food, no food. Milk. No food. No No food. food. Refill? No. Only milk, no milk. Yeah, only milk. Only milk. യൂഷ്വലി കാഷ്വലി കുറെ ഗ്രാമറൊക്കെ ആയതാണ്. ഞാൻ ആലോചിച്ചില്ലടാ. ഞാൻ പറഞ്ഞു So poor. എടാ നമ്മളെ നാട്ടിലത്തെ ആടുകൾ എന്താ പറയുക ഫുള്ള് കുത്തണ ആടുകളും ഇവിടുത്തെ ആടുകളൊക്കെ 500. ഇവരൊക്കെ പൂക്കികളാ. ഇവനെ കണ്ടേ? ഇത് പാവം. പിന്നെ ഇത് വൻ ബിസിനസ് അല്ലേ? ആടിന് പാല് കൊടുക്കുന്ന ബിസിനസ്സാ. ആ ആടിന് പാല പൈസ വാങ്ങാം. ഇബലാടന്നെ വളരും ചെയ്യും, പാലിന് പൈസ കിട്ടും ചെയ്യും, ഈ പാല് കറന്നിട്ട് ഇവർക്ക് എടുക്കുകയും ചെയ്യാം. വൻ ബിസിനസ്. ഞാൻ നാട്ടിലിടാൻ പോവാ. ആ അല്ലാതെ എക്സ്പെൻസ് ഒന്നുമില്ല. ഇല്ല, അതായത് ഇതിന്റെ പാലിനെ കറന്ന് ഇതിനെ കൊടുക്കണല്ലോ. ഏയ് കളിച്ചതാ. ആ ബിസിനസ്. ഇതൊക്കെ എന്നാണ്? ഇതൊക്കെ Dustbin. We know, we are from India. ഇതൊക്കെ ഡസ്റ്റ്ബിൻ കിട്ടുവാ. Nếu mình cắt đâu có chết. So who is mother? This mother? No. Who? Babies. Father do. Full father. Yeah, boy. Small also father. Boy, not girl. boy. അപ്പൊ ഒരു മദർ വേണ്ടതൊക്കെ ഉണ്ടാവണമെങ്കിൽ Huh? one mother also needed to make baby. Thailand mother. Where is mother baby? Mother. They have name. No, at home na. No, name. Name. 1, 2, 3, 4, 5, 6, 7, 8. Number Number name na. Yeah. Easy na. Now tell me which is 7. 7. Nah, 7. 7. Yeah, 7. No. That's This 7. 7. Yeah, Ah. 7. Now which is 3. Yeah, 3. This is 2. This is 2. Same but different. 1, 2, 3, 4, 5, 6, 7, 8. But where is mother na? Home. 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 This father. Your name? Their father. No. ആട്ടും കൊണ്ട് ഒരു ബിസിനസ് ആയി കഴിഞ്ഞാൽ ടോട്ടൽ ഒരു ആട് വരുമാനവും. അതായത് ഇവിടുന്ന് പോകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ ചെടികൾക്ക് റോസാപ്പൂവിനൊക്കെ ഇട്ടെടുക്കാല്ലേ വളം എന്ത് ചെയ്യുക, ഒരു പാക്കറ്റിൽ 1 കിലോന് കൊടുക്കുക. ഫുൾ ബിസിനസ് ആയി. ആടിനെ വെച്ചിട്ട് അവസാനം വരെ മരണം വരെ ജീവിക്കാം. മാക്സിമം ബിസിനസ്. Eating. ഇതാണ് Your business trick. ഇതാണ് Because ഫാദർ we എന്ന് are പറഞ്ഞ from ബാസിലെ India. ഇതാണ് ഫാദർ അല്ലോ. ഇതോ ആ ഇത് അച്ഛനും അത് അമ്മി. അമ്മ അല്ല ഇതില്, അമ്മ പരിയില്ലല്ലോ. ചെറിയ കുട്ടിയാണല്ലോ. ഇതിനെടുക്ക്. കളറേ. ഇത് ചെറിയ കുട്ടിയാണല്ലോ അഞ്ഞോ. ചെറിയ കുട്ടിയാണല്ലോ ഇത്. എന്നാലും ഇതെങ്ങനെ ഇത്ര ചെറിയ പ്രായത്തിൽ ഫാദറായി? ഒന്നായിട്ട് പൊന്തിച്ചല്ലേ. ബുദ്ധിയില്ലേ? സാനിറ്റൈസർ ഉണ്ട്. കട്ടാവുന്നു ആടിനൊറ്റടിക്ക് പൊക്കിയാല് ബ്ലാക്ക് ഔട്ട് ആയി പോകും. രണ്ടു ആടിന് പാലെടുക്കുക തായ്ലൻഡിലേക്ക് വന്ന ഒട്ടകപ്പക്ഷിന്റെ ഇറച്ചിണ്ട് അപ്പുറത്ത്. ഒട്ടകപ്പക്ഷിന്റെ നല്ല ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പോയി അപ്പൊ സുഹൃത്തുക്കളെ അടി തുടങ്ങാണ്. ഇങ്ങോട്ട് അവിടെ അടി കിടക്കുന്നുണ്ട്. മറ്റേ ദിമ കമ്പമ്മ കയറി അടി കൊടുത്തിട്ട് ഒന്ന് കൊടുത്ത് കമ്പമ്മ കയറി അടി 3000 ഇതാ കൊടുക്കണ. അടിയോടടി ഇങ്ങോട്ട് വരി. ഇവിടെ ആളൂടി ഇങ്ങോട്ട് വരി. ഇത് ഞമ്മള് വന്നോണ്ട് തന്നെ ആടിന്റെ അടുത്ത് നല്ല കുത്തുന്നുണ്ട്. വേമ്പാ ഒരു പേരുണ്ട് കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ ഇതാ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ചുവന്ന ട്രൗസർ നീല ട്രൗസറിന്റെ പരിപ്പ് ഏകദേശം ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അസറു ഒരു സൈഡിൽ നിന്ന് ഓടി വരുന്നു. അസറും അച്ചൊക്കെ അതാ ഓടി വരുന്നു. അച്ചോ അസറോക്ക് അല്ല നല്ല പൊട്ടിച്ചല്ലോ.
ഗ്ലൗസിന്റെ ഉള്ളിലൊന്നും ഒന്നും ഇല്ല കേട്ടോ, മറ്റേ സ്പോഞ്ചൊന്നും ഇല്ല, അതൊക്കെ പോയിക്കണേ. അഡ്യൻ 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 This culture is a Thai tea form starting from southern of Thailand. ഓക്കെ വൺ. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു തായ് ചായ ഓർഡർ ചെയ്തിരിക്കുകയാണ് നമ്മൾ. എങ്ങനെയുണ്ട് തായ് ചായ നോക്കുകയാണ്. തായ് ഐസ് ടീ ആണ് ഇപ്പോൾ കുടിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അത് ആദ്യം ഉണ്ടാക്കി വെച്ച ചെമ്പിലേക്ക് കുറച്ച് ചായ ലൈറ്റ് ലേശം തേയില വെള്ളം കുറച്ച് ഒഴിക്കണുള്ളൂ. ബാക്കി എന്തോ എന്തോ സാധനം വരാൻ പോകുന്നുണ്ട്. ഒന്നും വരാൻ പോകുള്ളൂ, ഐസിക്ക് വരട്ടെ. എന്തോ പെർഫോമൻസിന് ഒരുങ്ങണം. ദുരന്തത്തെ ഉപ്പ് ചായ ആവണല്ലേ. കുറച്ച് പത ടോസറോ. Southern of Thailand is one. This culture. Cha Chak Dan Thai. They call Cha Chak. Cha Chak Chak like make like this. Yes, like this Cha Chak. Dan Thai is been from southern of Thailand. Okay, so this is invented from ഈ സൈഡ് southern of Thailand. Ay! വൺ മോർ. Ay, ഇങ്ങനെ. രണ്ടാമത്തെ ചെവി കൂടി ചിന്തി മേത്ത് കൂടെയാണ് ചിന്തി പൊള്ളി. ഇവിടെ തട്ടിയാണ് ടച്ച് ചെയ്ത് വരുന്നത്. ഗുഡ് നൈസ് നാ. അത് സ്കോഡ് അതെങ്ങനെ എത്തിച്ച് കുടിച്ചാ. കുടി. ഞാൻ അഡിക്റ്റ് ആയി. ആർക്കാട്ടോ എന്ത് ചെയ്യാനാണ്? നല്ല തേയിലുണ്ട് കേട്ടോ. നല്ല തേയിലുണ്ടെന്നുള്ളൂ. എരിവൊന്നുമില്ല. തേയിലൊക്കെ എന്ത് എരിവും. എങ്ങനെയുണ്ട്? ഗുഡ്. അവർക്ക് എങ്ങനെയുണ്ട്? അബുക്ക യു ലൈക്ക് നോ ലൈക്ക്? ലൈക്ക് നോ ലൈക്ക്? മീഡിയം ലൈക്ക്? ഐ ലൈക്ക് വെരി. ഹലോ. ഹായ്. എന്താ മുഖത്ത് സൺസ്ക്രീനോ? എടുത്തോ കിച്ചോ. ആരാണിത്? ആരാ പടച്ചനിത്? അവനൊക്കെ ഇപ്പൊ തന്നെ മോയത്തായി പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെയും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാനുള്ള വ്ളോഗ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്, അതായത് എൻ അൺഫിനിഷ്ഡ് വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്ന ലിവിങ് വർക്ക് ഓഫ് ആർട്ട്. അതായത് 981 പണി തുടങ്ങി 2026 പണി തീരാത്ത ഇപ്പോഴുള്ള മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഈച്ചി ഒരു ബർഗർ എടുത്ത് വെച്ചിനി അത് ക്യാൻസർ എടുത്തു തന്നു, ആഫി ഒരു ബർഗർ എടുത്ത് വെച്ചിനി അതും ക്യാൻസർ എടുത്തു തന്നു, ഞാനൊരു സ്റ്റിക്കി റൈസ് എടുത്ത് വെച്ചിനി അതും ക്യാൻസർ എടുത്തു തന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആരും കൂടെ വന്നെന്നുള്ള നമുക്ക് മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ക്യാൻസർ എന്ന് വെച്ചാൽ സ്വന്തമല്ല എല്ലാവരും കൂടി തിന്നുന്നുണ്ട്. അപ്പോൾ അത് ആഭ്യന്തര വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഞങ്ങൾക്ക് ഇത്രയും നല്ല വെക്കേഷൻ ഞങ്ങൾക്ക് സാധ്യമാക്കി തരുന്നത് നമ്മളെ സ്വന്തം ബുക്കാണ്. സോ ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരുപാട് ബുക്കിങ്സ് വന്നു, ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾ തായ്ലൻഡ്, ബാലി, പട്ടായ, മലേഷ്യ, തായ്വാൻ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്കുള്ള ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷനായിട്ട് നമ്മൾ പറയുന്നു ഗുഡ് വെക്കേഷൻസ്. ഇതാ അപ്പോൾ ബുക്കാൻ്റെ നമ്പർ ഇവിടെ ഉണ്ട്, 75 92 0 77 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ട്രാവൽ വിത്ത് അബു എന്നുള്ള അബുക്കാൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ ഗുഡ് വെക്കേഷൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ ഇനി വരാനുള്ളത്, ഇത് കഴിഞ്ഞിട്ട് വരാനുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കിടിലം, അതായത്
ഒറാങ്കുട്ടാനൊക്കെ ഞങ്ങളെ ശരിയാക്കി വിട്ടേ വ്ളോഗാണ് വരാനുള്ളത്. ഒറാങ്കുട്ടാനും സീബ്രയും മുതലയും കടുവയും സിംഹമൊക്കെ ആയിട്ടുള്ളൊരു ഹെവി സഫാരി വ്ളോഗാണ് 2 വ്ളോഗിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്താനുള്ളത്. സോ മസ്റ്റായിട്ടും വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഗുഡ് വെക്കേഷൻസിൻ്റെ പേജ് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും ട്രിപ്പിൻ്റെ ബാക്കി വിഷയങ്ങളായി മറ്റൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ.